മരട് നഗരസഭ പരിധിയിൽ വിവിധയിടങ്ങളായി മാലിന്യം തള്ളുന്നവരെ കൈയോടെ പിടികൂടാൻ വേണ്ടി ചലിക്കുന്ന ക്യാമറ സ്ഥാപിച്ച് നഗരസഭയുടെ ആരോഗ്യ വിഭാഗം. പല സ്ഥലങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കാവുന്ന ക്യാമറയിൽ നഗരസഭയിലും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഫോണിലും GPS സഹായത്തോടുകൂടി ക്യാമറ നിരീക്ഷിക്കുവാനും അതോടൊപ്പം തന്നെ ക്യാമറ മോഷണം പോകുകയാണെങ്കിൽ ലൊക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. രാത്രികാലങ്ങളിൽ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നവരെ കണ്ടെത്തി പിഴയടപ്പിക്കുവാനും പകൽ സമയങ്ങളിൽ ക്യാമറ നഗരസഭയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിടത്ത് ഘടിപ്പിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നഗരസഭയിൽ ഇരുന്ന് തന്നെ നിരീക്ഷിക്കുവാനും സാധിക്കും. 500 മീറ്റർ അകലെയുള്ള കാഴ്ചകൾ വരെ കൃത്യമായിട്ട് ക്യാമറയിൽ പതിയുന്നതോടൊപ്പം തന്നെ എത്ര വേഗത്തിലൂടെ വാഹനത്തിൻ്റെയും നമ്പർ കൃത്യമായി ക്യാമറയിൽ പതിയുന്ന സംവിധാനവും ഉണ്ട്. മരട് നഗരസഭയുടെ ഓഫീസിലിരുന്നു കൊണ്ട് തന്നെ ദിശകൾ മാറ്റുവാനും 20 മൊബൈൽ ഫോണിൽ ഒരേ സമയം കാണുവാനും സാധിക്കുന്ന ആധുനിക സജ്ജീകരണങ്ങളോടുള്ള ക്യാമറയ്ക്ക് ഒരെണ്ണത്തിന് 4 ലക്ഷം രൂപയോളമാണ് വില വരുന്നത്. മരട് നഗരസഭയുടെ പുതുവത്സര സമ്മാനമായിട്ടാണ് ഇന്നു മുതൽ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നതെന്ന് മരട് നഗരസഭ ചെയർമാൻ ശ്രീ ആന്റണി ആശാമ്പറമ്പിൽ അറിയിച്ചു. നെട്ടൂർ INTUC ജംഗ്ഷനിൽ നടന്ന ചടങ്ങ് തൃപ്പൂണിത്തുറ MLA ശ്രീ K. ബാബു അവർ നിർവഹിച്ചു. മരട് നഗരസഭ ചെയർമാൻ ശ്രീ ആന്റണി ആശാമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രശ്മി സനൽ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റിയാസ് K. മുഹമ്മദ്, ബേബി പോൾ, റിനി തോമസ്, ബിനോയ് ജോസഫ്, കൗൺസിലർമാരായ CR ഷാനവാസ്, PD രാജേഷ്, TM അബ്ബാസ്, ചന്ദ്രകലാധരൻ, ബെൻഷാദ് നെടിലുവീട്, സിബി സൈവറി, AK അഫ്സൽ, മോളി ഡെന്നി, AJ തോമസ്, നഗരസഭാ സെക്രട്ടറി E. നസീം, JH ഹുസൈൻ എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് വളരെ ശക്തമായ നിയമങ്ങളാണ് സംസ്ഥാന സർക്കാർ ഇവിടെ മാലിന്യം വലിച്ചെറിയുന്നതിന് കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം 500 രൂപ പിഴയായിരുന്നെങ്കിൽ ഇന്ന് 50,000 രൂപയും 1 വർഷം തടവ് ശിക്ഷ വരെ ഇന്ന് മാലിന്യം വലിച്ചെറിയുന്ന ആളുകൾക്ക് ശക്തമായ നിയമ നടപടികൾ ഇന്ന് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ചലിക്കുന്ന ക്യാമറയാണ് നമ്മൾ ഇന്ന് മരട് നഗരസഭയിൽ വന്ന് നമ്മൾ തുടക്കം കുറിക്കുന്നത്. അത് ഈ പറയുന്ന 8,20,000 രൂപയോളം 2 ക്യാമറകൾക്ക് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന 3 വർഷം അതിൻ്റെ AMC നമുക്ക് അവർ തരികയും ടെക്നിക്കലായി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കമ്പനി തന്നെ 3 വർഷം നമുക്ക് ചെയ്തു തരും. 20ഓ 15ഓ ക്യാമറകളിൽ നമ്മുടെ ഫോണുകളിലേക്ക് നമുക്കിതിൻ്റെ വിഷ്വലി നമ്മുടെ വീട്ടിൽ ഇരുന്ന് കാണുവാനും ഈ ക്യാമറയുടെ ദിശ നമ്മുടെ ഫോണിൽ കൂടെ നമുക്ക് തിരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മാറ്റാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഈ ക്യാമറ സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രദേശങ്ങളിൽ എവിടെയാണ് കൊണ്ടുവന്ന് വെക്കുന്നത്, അപ്പോൾ അവിടെ നമുക്ക് ഇരുന്നു കൊണ്ട് നമ്മുടെ നഗരസഭയിലുള്ള ഫോണുകാരമാണ് നമ്മളെല്ലാവരും ആപൽക്കരമായ ഒന്നാണ്. മാലിന്യ നിർമ്മാർജ്ജനം എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെയും നഗരസഭയുടെയും എല്ലാം ഒരു കർമ്മപരിപാടിയിലെ ഏറ്റവും പ്രാധാന്യം നൽകുന്ന പരിപാടിയായി മാറുകയാണ്. മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കരുതെന്ന് ബോർഡ് വെച്ചാൽ അവിടെയാണ് ആളുകൾ മാലിന്യം. ഇവിടെ മൂത്രമൊഴിക്കരുതെന്ന് എഴുതി വെച്ചാൽ മൂത്രമൊഴിക്കാൻ പറ്റിയ സ്ഥലം അവിടെ നിന്ന് ആളുകൾക്ക് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ക്യാമറ വെച്ചാലും ഇത് തന്നെ പ്രശ്നം. ക്യാമറ സ്ഥിരമായി ആളുകൾക്കറിയാം, അത് നോക്കി ആളുകൾ മാലിന്യം ക്യാമറ സംവിധാനം നഗരത്തിൽ പല സ്ഥലത്തു നിന്നും മാലിന്യങ്ങളും പ്രത്യേകിച്ച് കക്കൂസ് മാലിന്യങ്ങളും എല്ലാം മാലിന്യങ്ങളെല്ലാം പോകുന്ന ആളുകളെ കണ്ടുപിടിക്കാനും അവർക്ക് തക്കതായ ഫൈൻ ഉൾപ്പെടെയുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കാനും സാധിക്കുന്ന തീർച്ചയായിട്ടും സാധാരണമാണ്. ഭാരത നഗരത്തിലെ ഭാഗമായാണ് തീർക്കാറുണ്ട്.